അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം അഷ്റഫി കോട്ടക്കലാണ്. എന്റെ പ്രിയ കൂട്ടുകാരൻ. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു. ബാധ്യതകൾ ബാക്കി നിൽക്കുന്നതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം, പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാമുണ്ട് കൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ്. അതുകൊണ്ട് എന്റെ പ്രിയ മുഹിബീങ്ങളോട്, നിങ്ങളാൽ കഴിയുന്നത് 10 രൂപയാണെങ്കിൽ ആ ഒരു 10 രൂപ ബഹുമാനപ്പെട്ട മുജീബ് ഉസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുആ മാത്രമാണ്. ഇൻഷാ അല്ലാഹ് മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുആ ഉണ്ടാവും. അല്ലാഹു തആല നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സദഖ അല്ലാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സദഖയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു തആല അതിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസ്സിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്ത് അള്ളാഹു ഏറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുആ വസിയത്തോടെ മുജീബ് അഷ്റഫിയുടെ കൂട്ടുകാരൻ അബ്ദുൽ ഹക്കീം അഷ്റഫി അഭ്യർത്ഥിക്കുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും. അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കൾ ആരിഫീങ്ങളെ അവരെ മനസ്സിലാക്കണമെന്നും അവരെ അനുകരിക്കണമെന്നും അവരെ പിൻപറ്റണമെന്നും അവരുടെ മാർഗം അവലംബിക്കണമെന്നും അതാണ് ശരി എന്നും സൂറ ഫാത്തിഹ വരെ പഠിപ്പിക്കുമ്പോൾ തെറ്റവടിയാണ് ഇത്. ഫാത്തിഹയിൽ പറഞ്ഞ അതല്ലേ, മുസ്തഖീമായ മാർഗത്തിന്റെ ഹിദായത്ത് ചെയ്യണം. അത് പറഞ്ഞപ്പോ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവനെ മതിയാക്കിയില്ല. കാരണം എന്താ, ഈ പണ്ടാര പഴയതായി നിർവ്യാഖ്യാനം ചെയ്യല്ലേ. മുസ്തഖീമായ വഴി ഞങ്ങൾ വഴിതാന്നല്ലേ പറയല്. അത് അന്നെ പറഞ്ഞോടെ വ്യാഖ്യാനിച്ചതാണ്. ഈ ഹമക്കികള് സിറാത്തുൽ മുസ്തഖീം എന്നുള്ളതിനെ ദുർവ്യാഖ്യാനം തീർച്ചയാണ് ചെയ്യുന്നുണ്ടല്ലോ. റസൂലിനെ പറ്റി തന്നെ ഒരു സാധാരണ മനുഷ്യൻ എന്ന് വിശ്വസിപ്പിക്കല്ലേ ഈ എന്തുകൊണ്ട് ചെയ്യുന്നത്? അമ്പിയാ മുസ്ലിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ പറ്റിയൊക്കെ തന്നെ അവർ സാധാരണ മനുഷ്യൻ എന്ന് വിശ്വസിപ്പിക്കല്ലേ യഥാർത്ഥ ചെയ്യുന്നത്? അപ്പൊ ഇസ്ലാമിന്റെ അടിത്തറ പിന്നെ അവിടെ ബാക്കിയുണ്ടാവും. ഇസ്ലാമിന്റെ അടിത്തറയും അസ്ഥിവാരവും തന്നെ അവർ മഹാത്മാക്കളാണ്, മഹത്തുക്കൾ ആണ്, മഹബൂബികളാണ്, മുഖറബീങ്ങളാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇസ്ലാം നിലകൊള്ളുന്നത്. പിന്നെ സാധാരണ മനുഷ്യരായിട്ട് വിശ്വസിപ്പിച്ചാൽ അതിന്റെ കഥ എന്താവും? അവർ ചെയ്യുന്ന അതന്നെ നല്ല നോക്കിയതോ. പിന്നെ സാധാരണ മനുഷ്യനെ പഠിപ്പിച്ചതിന്റെ ഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു നമുക്ക് റസൂലിന്റെ കാലത്ത് റസൂലിന്റെ ഹദറത്തിലുണ്ട്. റസൂൽ ഒരു തൊട്ടിങ്ങനെ ഭാഗിക്ക് ഈത്തൻ ഇങ്ങനെ കുറെ ആളുകൾക്ക് കൊടുത്തു. അപ്പോ ആ നമുക്ക് എഴുതിയിട്ട് പറഞ്ഞു, എതിൽ രീതിയിൽ ബുഖാരിന്റെ ഹദീസ് കിതാബിലൊക്കെ അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ദേഷ്യം വന്ന് അവന്റെ തല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞ റസൂൽ പിന്തിരിഞ്ഞു പോകുമ്പോ ഇവന്റെ ഇതിൽ നിന്നിട്ട് കുറെ ജനങ്ങൾ വരും. അവര് പറ്റ നിസ്കാരക്കാരും നോമ്പുകാരൊക്കെ ആയിരിക്കും, ഖുർആൻ ഓർത്തു തന്നെയായിരിക്കും പണി. പക്ഷേ എന്തൊക്കെ വേണ്ടിന്റെ പുറത്തു നിന്ന് പറഞ്ഞു. കാരണം എന്താ? കാരണം വിശ്വാസത്തിലുള്ള തെറ്റ്. എതിൽ മുഹമ്മദ് എന്ന് അവൻ പറഞ്ഞപ്പോൾ അവന്റെ മനസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള വിശ്വാസം എന്താണ്? നീതിയും അനീതിയും വരാവുന്ന ആളാണ്. നീതിയും അനീതിയും വരാവുന്ന ആളാണ് എന്നല്ലേ അയാളുടെ വിശ്വാസം. അതായത് സാധാരണ മനുഷ്യനാണ് എന്നല്ലേ.
ഈ സാധാരണ മനുഷ്യൻ എന്നത് അബൂജാഹിൽ പണ്ട് പറഞ്ഞതല്ലേ? ആ സൂറത്ത് യാസീൻ എടുത്ത് നോക്കുക, അതിന്റെ തലക്കൽ തന്നെ മുർസലീകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോ അവിടെയും മുസാരികൾ പറഞ്ഞത് വെറും മനുഷ്യൻ ആണ്. എന്ത് മുർസലീകൾ ചോദ്യം കണ്ടില്ലേ? ആലോചിച്ച് നോക്കൂ. പിന്നെ ആയത്തിൽ നമ്മൾ പറയാൻ ഉള്ളത് ഇന്നമ അന ബശറും മിസ്ലുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ബഷർ എന്നുള്ളതിന്റെ അർത്ഥം അറിഞ്ഞൂടെങ്കിൽ പിന്നെ ആരോട് അറിവുള്ളവരോട് തൂത്തി പഠിക്കലെന്ന് പറഞ്ഞത് അർത്ഥമായിട്ട് പറഞ്ഞുകൊണ്ടല്ലോ ഉണ്ടത്. ചോദിച്ചു പഠിക്കും. അറിവുള്ളവരോട് ചോദിച്ചിട്ട് പഠിക്കും. അവനെന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല ബശർ എന്ന് പറയാൻ കാരണം? ബശർ എന്ന് പറഞ്ഞാൽ ഈ പുറമുള്ള രൂപം, ആ രൂപത്തിനെ ബശർ എന്ന് പറയും. മൃഗങ്ങളാണെങ്കിൽ അവർക്ക് ഈ രോഗമുണ്ടാവും പുറം. ഒരു വെളിച്ചത്ത് വരുന്ന രൂപം, അതായത് ബാഹ്യരൂപത്തിൽ മനുഷ്യൻ നിങ്ങളെപ്പോലത്തെ ആളാണ് എന്നുള്ള അർത്ഥം അതിനെ. ബാഹ്യരൂപത്തിൽ വ്യത്യാസം ഇല്ല. മനുഷ്യന്റെ ബാഹ്യരൂപം, ആ രൂപത്തിൽ ഞാനും നിങ്ങളും ഒരേ രൂപത്തിൽ നോക്കും. നിങ്ങൾക്ക് ആ ബാഹ്യരൂപയെ കാണാൻ കഴിയുള്ളൂ. പറഞ്ഞുകൊണ്ട് യൂഹാന്ന് പിന്നീട് പറഞ്ഞേ കണ്ടില്ലേ? കാരണം നമുക്ക് അതൊക്കെ തനി തെറ്റിദ്ധാരണ കണ്ടോ? ഈ നിരക്ക് പരിശുദ്ധാത്മാക്കൾ അവർ വഴിക്ക് അവരുടെ മഹത്വം ഈ ലോകത്തിൽ സ്ഥാപിച്ചുകൊണ്ട് അവരുടെ ഭയം, അവരെ ആശകളും ആഗ്രഹങ്ങളും വൃത്തിയാക്കിയും കൊണ്ട് മറ്റുള്ള ജനങ്ങളെ ഇസ്ലാമിലേക്ക് ശ്രദ്ധിക്കണം. മറ്റുള്ള ജനങ്ങൾ അതേ വഴിക്ക് പ്രവേശിക്കുന്നതായാൽ അവർക്ക് ഗതി തന്നെയാണെന്നോ തരം അറിവ് നൽകും. ആ നിലക്കിലാണ് ഇസ്ലാമിനെ അവിടെ നിർത്തുന്നത്. അതിന് സന്ദന്യമായ അധികാരം വിശ്വസിക്കുന്നത് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. മഹാന്മാരുടെ മഹത്വം, ആ മഹത്വക്കളിൽ അവരെ ആഗ്രഹം അല്ലാഹു വൃത്തിയാക്കും. അതുകൊണ്ട് ആ മഹ്ബൂലാകും, അല്ലാഹു തട്ടിക്കളയില്ല. മനോദുഃഖം ഒരിക്കലും അനുവദിക്കില്ല അവർക്ക് എന്ന് ഖുർആൻ നേരിട്ട് പറഞ്ഞു കണ്ടേ. അവർക്ക് കൊണ്ട് പറഞ്ഞു കണ്ടേ മനോദുഃഖം അനുവദിക്കില്ല. അത് തന്നെ ആ നിലക്കുള്ള മഹാന്മാർ ഖിയാമം വരെ ഈ സമുദായത്തിലുണ്ടാകും. എന്തുകൊണ്ട് ഉണ്ടാകും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന് മുമ്പാകെ സമർപ്പിച്ച കാര്യങ്ങൾ, ആ കാര്യം ഖിയാമം വരെ നിലനിൽക്കണം. അവിടെ ദീൻ നിലനിൽക്കൂ. ഏതെങ്കിലും ഒരു കാലത്ത് അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഭാഗം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ആ നഷ്ടപ്പെട്ടതിനെ പുനരുദ്ധരിക്കാൻ വേണ്ടി വേറെ നബിയുണ്ട്. അപ്പൊ റസൂല് ഖാത്തിമുൻ നബിയീനാവൂല. റസൂല് കൊണ്ടുവന്നത് എന്തൊക്കെയാ? റസൂല് കൊണ്ടുവന്നത് പരിശുദ്ധ ഖുർആൻ, അതിന്റെ യുഅല്ലിമുഹുൽ കിതാബിനെ തഅലീമാക്കൽ, അതിന്റെ ഉദ്ദേശവും വ്യാഖ്യാനങ്ങളും പറഞ്ഞ് റസൂലിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. റസൂൽ അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് അതിന്റെ സന്ദർഭത്തിൽ അത് ഉപയോഗിക്കാൻ ഉള്ള അവസരം നോക്കണം എന്നും പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥ ഹിക്മത്ത്. അങ്ങനത്തെ ആ കാര്യങ്ങളെല്ലാം തന്നെ റിക്കാർഡും രേഖയും ആക്കി വെച്ചിട്ടുണ്ട്. ആര്? അയിമത്ത് മുഹദ്ദിസീങ്ങൾ ശരിക്കും റസൂലിൽ നിന്നിട്ട് കാര്യങ്ങൾ റിവായത്ത് ചെയ്തിട്ടുണ്ടെങ്കിലും മഹാന്മാരായ അഷ്റഫുൽ ഖൽഖിന്റെ മഹാന്മാരായ സഹാബത്തിന്റെ നടപടിക്രമങ്ങൾ അത് ഈ ശരിക്കും രേഖപ്പെടുത്തിയിട്ടുള്ളത്, അത് റിക്കാർഡ് ചെയ്തിട്ടുള്ളത് മഹാന്മാരായ മദ്ഹബിന്റെ മഹാന്മാരായ ഇമാമുകളാണ്. അവർ റിക്കാർഡ് മുഴുവൻ അതാണ്. ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്ത് ഇസ്ലാമിക സാമ്രാജ്യത്തിൽ നടപ്പിൽ ഉണ്ടായിരുന്ന ആ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ അതിന്റെ നടപ്പിൽ വരുത്തിയിട്ടുള്ള സമ്പ്രദായങ്ങൾ ആലോചിച്ചുകൊണ്ടെത്തു. അതാണ് അവർ റിക്കാർഡാക്കിയത്. അതിന്റെ പുറമെ മൂന്നാമത്തെ കാര്യം റസൂൽ ഈ ലോകത്തിന് സമർപ്പിച്ച മൂന്നാമത്തെ കാര്യം യുസക്കീഹിം എന്ന്. യുസക്കീഹിം ജനങ്ങളെ സംസ്കരിക്കുന്ന പ്രവൃത്തി, ജനങ്ങളെ ശുദ്ധീകരിക്കുന്നു.
ശുദ്ധീകരിക്കാണ്ട് കഴിയോ? ജനങ്ങളുടെ എന്തെല്ലാം സ്വഭാവ ദോഷങ്ങളുണ്ട്, മനുഷ്യന്റെ എന്തെല്ലാം സ്വഭാവ ദോഷങ്ങളുണ്ട്. ആ സ്വഭാവ ദോഷങ്ങളെ സംസ്കരിച്ച് ശുദ്ധീകരിച്ചെടുക്കണ്ടേ? അത് ചെയ്തിട്ടുണ്ട്. അത് ചെയ്യാൻ വരെ ആ പ്രവൃത്തി ചെയ്യുന്ന മഹത്തുക്കള്, ആ മഹത്തുക്കൾ ശരിക്കും ഈ സമുദായത്തിൽ ഇല്ലെങ്കിൽ ആ കാര്യം നഷ്ടപ്പെട്ടു പോലെ. മനുഷ്യനെ ശരിക്കും അവന്റെ ആത്മീയമായ നിലപാട് മനസ്സിലാക്കി ആത്മീയമായ ദോഷങ്ങൾ, ആ ദോഷങ്ങൾ ശരിക്കും കണ്ടറിഞ്ഞുകൊണ്ട് അതിനെ പരിഹരിക്കണം. അത് പരിഹരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ തിയാമ്പനെ ഇല്ലെങ്കിൽ ആ ഭാഗം നഷ്ടപ്പെട്ടില്ലേ? ആലോചിച്ച് നോക്കും. ഇതൊക്കെ അവരെ സംസ്കരിക്കണം, ജനങ്ങളെ സംസ്കരിക്കണം, ശുദ്ധീകരിക്കണം. ആത്മീയമായ മാലിന്യങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് അവരെ പരിശുദ്ധാത്മാക്കൾ ആക്കി തീർക്കണം. ജോലി ആ നിലയ്ക്ക് മഹാന്മാരായ സഹാബത്തിനെ പരിശുദ്ധാത്മാ ശുദ്ധീകരണം നടത്തുക. ഒഴിച്ചുകൂടാത്തല്ലേ? അത് ഒഴിച്ചുകൂടാൻ വേണ്ടെങ്കിൽ പിന്നെ യുദ്ധീകരണ റസൂൽ കൊണ്ടുവന്ന ആ കാര്യം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയണ്ടേ? ആ നിലക്കുള്ള മഹത്തുക്കൾ, ഔലിയാക്കൾ, ആരിഫ്യങ്ങൾ, മഹാന്മാരായ മശായിഖുകളെ അവർ നിലവിൽ ഉണ്ടെന്ന് അവരുടെ വിശ്വസിക്കുന്നുണ്ടോ? ഈ സമ്മതിക്കുന്നോ ഇല്ലേ? അത് അള്ളാഹ് ഈ വാക്കുകൾ വേണ്ടേ? പിന്നെ എന്ത് കൊട്ടാവിയത്താണ്ട ഈ പറയുന്നത്? എന്താണ് എന്റെ കൊട്ടാവിക്ക് മേനകം? വലിയ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് സൗദിയിൽ പണം കിട്ടി അത് മതിയെന്നാ? സൗദിയിലെ കുറെ ഹംസകളുണ്ടെന്ന് എന്റെ ജാതി. അതല്ലേ ഇത് ചെയ്യുന്നത്? എന്താ നടക്കട്ടെ? എന്താ തെറ്റ്? നടക്കട്ടെ നടക്കാം. കൊല്ലം മദീനയിൽ നേർച്ച കഴിയുന്നില്ലേ? ആരാണ് ഇതിനെ ആചരിക്കുന്നതോ? മദീനയിൽ ഹജ്ജിന്റെ സമയത്ത് പരിശുദ്ധ മക്കായിൽ പോകുന്ന എല്ലാവരും, ആ പോകുന്നവരൊക്കെ മദീനയിൽ പോകുന്ന നേർച്ചയാണ്. എന്താ ഇതിന് വേദന? നേർച്ചാണല്ലേ? ഹജ്ജാണത്. റൗള ശരീഫ് അതാ എന്താ ആരും പൊളിക്കാത്തത്? ഔലിയാക്കളെ മക്കാമുകൾ പൊളിക്കണമെങ്കിൽ ഞാൻ പിന്നെ ആദ്യം പൊളിക്കേണ്ടത് റൗള ശരീഫിനല്ലേ? ആരാ പൊളിക്കാതാണ്? എന്റെ പാപ്പാരൊക്കെ ഉണ്ടല്ലോ അവിടെ, അവർക്ക് എന്താണ് പൊളിച്ചൂടെ? ഈ നിരക്കിന്റെ മനസ്സിലാക്കിയാൽ എവിടെയാണ്ടോ ഈ കൊട്ടാരത്തുണ്ടാകുന്നത്? ഈ പണ്ടാരം പിന്നെ അവിടെ മനസ്സിലുണ്ടാകുന്നത്? ഞാൻ ഈ പറഞ്ഞ ഊരുകളാണ്. അവർക്കുള്ള വിശദമായ നിലക്ക് ഉത്സാഹം നോക്കി അതിന്റെ സാഹചര്യം കുറിച്ചുപോയി അതിനെ കൊണ്ടുപോകും ഒരു കാര്യമുണ്ടോ? വെറുതെയാണത്. ഒരാളും തുന്നത്തും തന്നെ പറയണം, എന്നാലേ ആ കാര്യം തെറ്റിയാവും. ഇവിടുന്നിപ്പോ ശരീരത്തിന് എന്താണെന്ന് നിരീക്ഷണം പറഞ്ഞു. ഞാൻ ഈ ഓദ്യതൊക്കെ എന്താ തെരീക്കത്തല്ലോ? അത് സിറാത്തല്ലഹു ഞാൻ സംസാരിക്കും ഫാത്തിഹയുടേത്. അതിലെന്താ പറഞ്ഞത്? നീ നിഅമത്ത് ചെയ്തത് എന്റെ മഹത്തുക്കൾ, ആ മഹത്തുക്കളെ പിൻപറ്റി അവർ നടന്ന വഴിക്ക് അവർ സിറാത്ത് തെരീക്കത്ത് ഉമ്മന്റെ മേന
അവരെ സിറാത്തിൽ നടക്കാൻ അവരെ പരിശുദ്ധാത്മാക്കളുടെ നേതൃത്വത്തിൽ അണിനിരക്കുന്ന ഒരു സമൂഹം ഇവിടെ ആവശ്യമാണ്. ആ സമൂഹത്തെ വാർത്തെടുക്കുകയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ചെയ്യുന്നതെന്ന് ഈ സന്ദർഭത്തിൽ അമുസ്ലിം സുഹൃത്തുക്കൾ ശരിക്കും മനസ്സിലാക്കണം. ആ മഹാന്മാർ ഒട്ടാകെ ചെയ്യുന്ന എന്താണ് ഈ തെസ്കിയത്ത്? തെസ്കിയത്ത് ഇസ്ലാമിന്റെ ജുസു അല്ലെ? നബ്സുല്ലാഹി ലോകം സമർപ്പിച്ച ജുസുവിന്റെ തെസ്കിയത്ത് എന്നത് തസ്കിയത്ത്. അത് രണ്ടും ഒറ്റ പദത്തിന് ഒറ്റ അർത്ഥാണ്. തസ്കിയത്ത് എന്താ ഒരു വ്യത്യാസമില്ല. തസ്കിയത്ത് എന്നും തസവ്വുഫ് എന്നും തസ്കിയത്ത് എന്നും ഒറ്റ അർത്ഥമാണ്. ഖുർആന്റെ ഭാഷ തസ്കിയത്ത് എന്നാണ്. സാലിഹീകൾ സൂഫിയാക്കളുടെ ഭാഷ തസവ്വുഫ് എന്നാണ്. എന്താ അർത്ഥത്തിൽ യാതൊരു വ്യത്യാസമില്ല, ഒന്ന് തന്നെ. അത് ഖിയാം വരെ ഉള്ള ആ തസ്കിയത്ത് അല്ലെങ്കിൽ തസ്കിയത്ത് ചെയ്യുന്ന മുതക്കികളായ മഹാന്മാരുടെ കൈവശത്തിൽ തസ്കിയത്ത് എന്ന പ്രവൃത്തി ആ പ്രവൃത്തി ചെയ്തുകൊണ്ട് പോകും. അവരെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ, അവരെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ തെരിയക്കത്തുവായതോ തനിച്ച ബുദ്ധിത്വം. അവരെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ അവരെ സ്നേഹിച്ച് അവരെ കൂടെ കൂടുക എന്ന് പറഞ്ഞാൽ അവർ ബുദ്ധിത്വങ്ങൾ സ്വീകരിക്കലേ. ആ സ്വീകരിക്കൽ തെരിയക്കത്തായി. ഇത് വേണ്ടാണ്. പക്ഷെ എന്തെങ്കിലും ചെയ്യരുത്. എന്റെ കണ്ണെപ്പോഴും ലോഹിൽ അനന്തങ്ങൾ പറഞ്ഞില്ലേ? എന്താണ് ആ പറഞ്ഞതിന് അർത്ഥം? ഇതിന്റെ അർത്ഥം എന്താണ്? അത് ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ഭാവി, അവന്റെ പ്രകൃതി, അവന്റെ അഖലാഖുകള്, അതിനെ സംബന്ധിച്ചുള്ള ഉത്തൂരികള്, ആ ഉത്തൂരികൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ നോക്കി അതിനനുസരിച്ച പരിഹാരങ്ങൾ സ്വീകരിക്കുന്നു പറഞ്ഞത്. അതിന്റെ പരിഹാരം പല മാർഗത്തിൽ അവർ സ്വീകരിക്കും. മഹാന്മാരായ ആരിഫികൾ പല മാർഗത്തിൽ അവർ മുഹിദ്ദീന്മാരെ പറഞ്ഞു കണ്ടില്ലേ? ഉണർച്ചയിൽ പോകുന്ന ദോഷത്തെ പ്രകൃതിനാവാക്കി കാട്ടി കളഞ്ഞോവർ ഇതാ പറഞ്ഞ്. അതായത് അവരെ ഹക്കിൽ അവര് ഇന്നാ ചെയ്യും എന്ന് രേഖപ്പെട്ട് കിടക്കുന്നു. അത് ഉണർച്ചയിൽ ആണെങ്കിൽ വമ്പിച്ച തെറ്റ്. അതെന്ത് ചെയ്യുന്നേ? ആ എഴുത്ത് മാറ്റാത്ത എഴുത്ത് ആണെങ്കിൽ അവരെന്ത് ചെയ്യുന്നത്? മനാമിൽ ഒരു ദിന സംഭവിക്കും. എന്നാലും മാറ്റമില്ലാത്ത എഴുത്താണെങ്കിൽ അങ്ങനെ മനുഷ്യന്റെ ഭാവി, ആ ഭാവി എപ്പോഴും മർഹൂമാണ്, എഴുതപ്പെട്ടതാണ്, അവന് തന്നെ എഴുതപ്പെട്ടതാണ്. അത് വായിക്കാൻ കിട്ടുന്നവർക്ക് വായിക്കാൻ കിട്ടും. അത് ഇപ്പാന്റെ ഹദീസിൽ തന്നെ ഉണ്ടത്. അതായത് 120ാമത്തെ ദിവസം മുത്തഫത്ത് റഹാബൽ 120 ദിവസം കഴിഞ്ഞാൽ മലായിക, അതിന്റെ മുവക്കരീങ്ങളായ മലായിക അവരെന്ത് ചെയ്യുന്നത്? അല്ലാഹുവിനോട് ചോദിക്കുന്നു, ഇവനെ സംബന്ധിച്ച് ശക്തിയോ സഈദോ ഇവന്റെ അനുഭവത്ത് മറ്റേതും മുഴുവൻ രേഖപ്പെടുത്തും. എവിടെയാ രേഖപ്പെടുത്തുന്നത്? എവിടെ ഉണ്ട് എന്നുള്ളത് തീർച്ചയല്ലേ? അള്ളാഹു എഴുതി വെച്ചെങ്കിലേ അറിയുള്ളൂ. ആരും നോക്ക്, ബുഖാരിന്റെ ഹദീസിന്റെ അത് രേഖപ്പെടുത്തും എന്ന്. അതെന്തും രേഖപ്പെടുത്തുന്ന ആലോചിച്ച് നോക്ക്. രേഖപ്പെടുത്തുന്ന അള്ളാഹ്ക്ക് വായിക്കാനാ? അള്ളാഹ്ക്ക് മറന്നു പോകും, അതുകൊണ്ട് എഴുതി വെക്കുക അല്ല. അത് വായിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആളുകൾ ഉണ്ട്. അതുകൊണ്ടാണ് എഴുതി വെക്കുന്നതെന്ന് മനസ്സിലായിക്കൂടെ? ഇത് അള്ളാഹുവിന്റെ മഹബൂബികൾ, മുഖറബീകളായ മുദക്കീകളായ മഹാന്മാരായ വിളിയാക്കൾ, മുറബീകളായ മശായിഖുകൾ, ആ വിഭാഗം ഖിയാമം വരെ കൂടാതെ കഴിയില്ലല്ലോ. അല്ലെങ്കിൽ തെസ്കിയത്തങ്ങ് പോരെ.
റസൂല് കൊണ്ടുവന്ന ആ ഭാഗം നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെ കാര്യമായിട്ടുള്ളത് അതല്ലേ. അത് പരിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്തല്ല പല സ്ഥലത്തും ആ സംഗതി ഉണർത്തിച്ചിട്ടും ഉണ്ട്. പാട്ടിയ ദിവസം എത്തിഭാഗത്തുകൊണ്ട് അവരൊക്കെ അവക്കാൻ തെരിയക്കത്തല്ലേ. ആ നിലക്കുള്ള മുൻഗമീകളായ മഹത്തുക്കൾ മഷായിഹ്യങ്ങൾ അവരെ കൊള്ളണമെന്നും അവരെ കൂടെ ചേരണമെന്നും അവരെ നടന്ന മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും എന്നല്ലേ ആ പറഞ്ഞ വാക്കിനർത്ഥം. വേറെ വല്ല അർത്ഥമാണത്. فوائدكم مقضية غير أنني أريد تمت الطريق الحميدة ملقب بالقلب. أي شرط എന്താണ്? تمت الطريق الحميدة. ഓരോ കാര്യങ്ങൾക്കും ആ ഹദറത്തിൽ ചെന്നാൽ, ആ വീട്ടിൽ ആളുകൾ ചെന്ന് കാര്യം പറഞ്ഞാൽ, ഒരു രോഗിയാണ് വരുന്നതെങ്കിൽ അവിടുന്ന് പറയും, ഞാൻ സുഖപ്പെടുത്തി, ആ രോഗം വേണ്ട, ശിഫയുണ്ട്, ആ ഒരു വാക്ക് മതി. എന്നാൽ ആ മശായിഖന്മാരെ കാലം കഴിഞ്ഞ് അതിന് പകരമുള്ളത് നമ്മൾ 40 ആളെ ഷൂറാണ്, 40 ആളൂടി കൂടിയിട്ടൊന്ന് പറയും, ഒരു രോഗി വന്ന് നിങ്ങളെ മുമ്പിൽ നിൽക്കും, നിങ്ങൾ പറയാ ആ രോഗം വേണ്ട, ഞങ്ങൾ സുഖപ്പെടുത്തി, ഒന്ന് മാറട്ടെ. എന്താ മാറാത്ത? എന്താ സൂക്കേട് മാറാത്ത? അതിന് പകരാണിതെങ്കിൽ അവിടെ സംഭവിച്ചതെല്ലാം ഇവിടെ സംഭവിക്കണ്ടേ? നടക്കുവോ? അള്ളാന്റെ റസൂലിന്റെ പകരക്കാരായി വരുന്ന ഔലിയാക്കന്മാര്, ആ ഔലിയാക്കന്മാർക്ക് പകരം എങ്ങനെ സംഘടന സമസ്ത ഷെയ്ഖാകല്? ഒരിക്കലും ഷെയ്ഖാവൂല. ആ നിലക്കുള്ള വലിയ വലിയ ആരിഫ്യങ്ങള് മശായിഖ്യങ്ങള് അവര് കൽപ്പന, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് തന്നെയാണ് ചെയ്യുന്നതൊക്കെ. നമ്മൾ മഹ്മൂരികളാണ് അവര്. കൽപ്പന ഇല്ലാണ്ട് ഒരു കാര്യം അവർ ചെയ്യുന്നില്ല. അതൊക്കെ ദീന്റെ അടിത്തറയാണ്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ദീന്റെ അസ്തിവാരവും അടിത്തറയും ആണ്. അതേ കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതാണ് സുന്നത്യമായത്തും അന്നലക്ക് തന്നെ നിൽക്കുന്നത്. സുന്നത്യമായത്താണ് യഥാർത്ഥത്തിൽ അതൊക്കെ. അത് ചോദ്യം ചെയ്യാൻ ഒരു ഉമ്മ മകൻ സാധ്യമാവില്ല. എന്തോ ശരിക്കും ആലോചിച്ചോ, നിരക്ക് ചിന്തിച്ചോ, നീ മനസ്സിലായിക്കോ. പക്ഷേ നല്ല ബുദ്ധിയുള്ളവരുണ്ടെങ്കിൽ ആഴ്ചക്ക് ഒരു പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചു ഖുർആൻ തന്നെ, വെറും ഖുർആൻ. എന്നാൽ അത് മനസ്സിലാവുമ്പോൾ അതിന് ഒരുക്കുണ്ടെങ്കിൽ ചിലക്ക് ആളെ തിരിക്കുന്നു. ഈ നിലക്ക് പൊതുവെ അത് പറഞ്ഞാൽ ശരിയാവും. നമ്മളിവിടെ കുറ്റിയാടിയിൽ വന്ന് സിറാജുൽ ഉണ്ടാക്കുമ്പോ ആരെയും ചീത്ത പറഞ്ഞിട്ടല്ലല്ലോ സിറാജുൽ ഉണ്ടാക്കിയത്, മറിച്ച് എല്ലാവർക്കും കാര്യം പറഞ്ഞു കൊടുത്തിട്ടാണ്. നമ്മുടെ സുബൈർക്ക് അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും നൽകുക. അദ്ദേഹം ഒരിക്കൽ എന്നോട് ഉസ്താദ് നിങ്ങളെ വയലിട്ടിട്ട് ഞങ്ങളൊക്കെ നല്ല സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നു. അല്ലാതെ നമ്മളാരെയും തെറി പറഞ്ഞിട്ടുള്ള നന്നാക്കാൻ കഴിയുമോ? അതിന്റെ ആവശ്യമുണ്ടോ? ചെയ്യാൻ പാടുണ്ടോ? പരിഹസിക്കാൻ പാടുണ്ടോ? പരിഹാസം എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ തന്നെ പറഞ്ഞത് എന്താണ്? അഊദു ബില്ലാഹി അൻ നകൂന മിനൽ ജാഹിലീൻ എന്ന് പറഞ്ഞ് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞ ഖുർആൻ പറഞ്ഞു. പരിഹസിക്കാണോ എന്ന് ചോദിച്ച ആൾക്കാർ അപ്പൊ പറഞ്ഞേ, പരിഹസിക്കാതെ തന്നെ വിവരമില്ലാത്തവരുടെ പരിപാടിയാണല്ലോ, അതിന് എന്നെ കിട്ടൂല, അള്ളാഹു കാക്കട്ടെ എന്ന്. അപ്പൊ പരിഹാസം, ഇൻസൾട്ടാക്കൽ അത് വിവരമില്ലാത്തവരെ ഏർപ്പാടാണ്. അതിലൊരിക്കലും നമ്മൾ പെട്ടുപോകരുത്. നമ്മൾ അള്ളാഹുവിന്റെ ദീൻ ഹഖായി മനസ്സിലാക്കണം. ഇനി ഞാൻ പറഞ്ഞ ആയത്തിലേക്ക് തന്നെ തിരിക്കട്ടെ. സുഹൃത്തുക്കളെ, മുഹാജിറുകളും ആ മുഹാജിറുകൾ അള്ളാഹുവിനെയും റസൂലിനെയും അവർ സഹായിക്കുന്നു. ഉലൈക ഹുമുസ് സാദിഖൂൻ, അവരാണ് സത്യവാൻമാർ. സത്യം പറഞ്ഞവരും പറയുന്നവരും സത്യം പുലർത്തിയവരും അവരാണ്. ശേഷം അല്ലാഹു പറയാണ്, വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം. എന്നാൽ സ്വന്തം നാടും വീടും അവർക്ക് വിട്ടുകൊടുത്ത കക്ഷികളുണ്ടല്ലോ, വല്ലാതെ ഈ മുഹാജിറുകളെ സ്നേഹിച്ചവരുണ്ടല്ലോ, ആ മഹാന്മാർ അവരാണല്ലോ അൻസാരികൾ. ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة. ആ അൻസാരികളുടെ സ്വഭാവം എന്താണ്? അവരുടെ മനസ്സിൽ അവരുടെ ആവശ്യങ്ങളൊന്നും ഒരു വിഷയമല്ല, അതേ സമയത്ത് മറ്റുള്ളവർക്ക് സഹായിക്കണം എന്ന ചിന്തയാണ്. അവരെ സ്വന്തം ശരീരത്തെക്കാൾ അവർ തെരഞ്ഞെടുക്കുന്നത് മറ്റുള്ളവരെയാണ്. വലൗ കാന ബിഹിം ഖസാസ, അവർക്ക് സ്വന്തത്തിൽ ആവശ്യമുണ്ടെങ്കിൽ പോലും ആ ആവശ്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നവരാണവർ. ലുബ്ധത,
ആ ലുബ്ധതയില്ലാതെ ചെലവാക്കാനുള്ള മനസ്സ് ലഭിച്ചവരുണ്ടല്ലോ, ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് നിശ്ചയം വിജയികൾ. അപ്പൊ വലിയ വിജയികളായി അല്ലാഹു പ്രഖ്യാപിച്ച മുഹാജിറുകളും അൻസാരികളും അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ എന്തും ചെലവഴിക്കാനും എന്തും ത്യജിക്കാനും സന്നദ്ധരായ സഹാബികൾ. ആ സഹാബികളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയാണ്, വല്ലദീന ജാഊ മിൻ ബഅദിഹിം, അവരുടെ കാലശേഷം വരുന്ന കക്ഷികൾ, യഖൂലൂന, അവര് പറയുന്നു, റബ്ബന ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, അവര് റബ്ബിനോട് ദുആ ചെയ്യുന്നു, ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്, വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. നമ്മളൊക്കെ ആ സഹാബത്തിന്റെ ശേഷം വന്ന ആൾക്കാരല്ലേ, നമ്മൾക്കൊക്കെ ഉണ്ടാകേണ്ട ഒരു അവസ്ഥാവിശേഷം ഖുർആൻ പറയാൻ. എന്താണ് വേണ്ടത്? നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, റബ്ബന ഇഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് പൊറുക്കണേ റബ്ബേ, വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഈമാനോടുകൂടെ ഞങ്ങൾക്ക് മുൻകടന്നുപോയ ആളുകളുണ്ടല്ലോ, ഞങ്ങളെ മുൻഗാമികളുണ്ടല്ലോ, അവർക്കും നീ മാപ്പ് കൊടുക്കണം അല്ലാഹ്. വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ, വിശ്വസിച്ച ഒരാളോടും ഞങ്ങളെ മനസ്സിലൊരു വൈരാഗ്യം തന്നേക്കരുത് അല്ലാഹ്. കഴിഞ്ഞുപോയ ആളുകളോട് മനസ്സിനൊരു വെറുപ്പ്, കഴിഞ്ഞുപോയ ആളുകളോട് മനസ്സിനൊരു വൈരാഗ്യം, അത് ഞങ്ങളെ മനസ്സിൽ തന്നേക്കരുത്. കഴിഞ്ഞുപോയ ആളുകളെ അനുസ്മരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ മഹത്വം പറയുകയും അവരുമായി അതാ മനസ്സിൽ എപ്പോഴും അവരോടുള്ള മതിപ്പും ബഹുമാനവും നിലനിർത്തുന്നവരാണ് അങ്ങനെയുള്ള കക്ഷികൾ. റബ്ബനാ ഇന്നക റഊഫുർ റഹീം, ഞങ്ങളുടെ റബ്ബേ നീ വലിയ ദയയുള്ളവനാണ്, നീ വലിയ കാരുണ്യം ചെയ്യുന്നവനാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മുൻഗാമികളായ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് സഹാബത്തിനെ പിന്തുടർന്ന പിൻഗാമികളെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കലും മുൻഗാമികളെ വിസ്മരിക്കുക എന്നത് ഈമാനുള്ള ആളുകൾക്ക്, സഹാബത്തിനെ പിന്തുടർന്നവർക്ക് അനുയോജ്യമല്ല. അതിനാൽ പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅ എപ്പോഴും മുൻഗാമികളെ അനുസ്മരിച്ചുകൊണ്ടേയിരിക്കും, മുൻഗാമികളെ മറന്നുപോകില്ല. കാരണം ഖുർആൻ പ്രത്യേകം പറഞ്ഞ ഒരു വിശേഷണമാണ്. സുഹൃത്തുക്കളെ, സിറാജുൽ ഹുദയുടെ കലണ്ടർ കിട്ടാത്തവരെല്ലാം ഓരോ കലണ്ടർ വാങ്ങണം. പൈസകൾ എത്ര കൊടുത്തത് ഞാൻ പേടിക്കണ്ട. കാരണം ഒരു മാസത്തിൽ ചെലവിന് 90 ലക്ഷം റുപ്യ വേണം. 90 ലക്ഷം പറഞ്ഞ 90,000 ഒരു മാസത്തിലെ ചെലവിന്. അത് ഇവിടുത്തെ മദ്രസക്കും അതുപോലെ മറ്റുള്ള മദ്രസക്കും ഒക്കെ സിറാജുൽ ഹുദയിൽ നിന്ന് ഒരു വിഹിതം കൊടുക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് സിറാജുൽ ഹുദയുടെ കീഴിൽ 100-ലധികം പള്ളികൾ, അതുപോലെ 35ഓളം മദ്രസകൾ, അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അൽഹംദുലില്ലാഹ് 16,000-ഓളം കുട്ടികൾ, 1060ഓളം സ്റ്റാഫുകൾ, ഇതൊക്കെ സിറാജുൽ ഹുദയുടെ കീഴിലുള്ളതാ. ഇതിനൊക്കെ ചെലവെത്ര വരുമെന്ന് ഞാൻ പറയണോ? അതുകൊണ്ട് നല്ല സംഭാവന കൊടുത്ത് എല്ലാവരും വരെ കണ്ടർ വാങ്ങണം. അത് നല്ല ഭംഗിയിൽ കൊണ്ടുപോയിട്ട് ചുമര് വലിച്ചു തൂക്കുകയും വേണം. അത് എവിടെയെങ്കിലും പത്തായത്തിനുള്ളിൽ വെക്കാനുള്ളതാണ്. നല്ല ഭംഗിയിൽ, അത് വലിയ ബർക്കത്താണ്, അതൊരു സന്തോഷമാണ്. അല്ലാഹു തന്നെ എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. അപ്പോൾ ഈമാനുള്ള കക്ഷികളുടെ സ്വഭാവമാണ് മുൻഗാമികളെ അനുസ്മരിക്കുക എന്ന്. മുൻഗാമികളിൽ എല്ലാവരും ഒരുപോലെ അല്ല. ഇപ്പൊ ഞാൻ പറയാം, എന്റെ ബാപ്പയെ ഞാൻ അനുസ്മരിക്കുന്നു, പലപ്പോഴും അനുസ്മരിക്കാറുണ്ട്. ബാപ്പനെ പറ്റി പലപ്പോഴും ഞാൻ ബാപ്പന്റെ ഗുണം പറയും. എന്നെ മണ്ണെണ്ണ വിളക്കും കത്തിച്ചു വെച്ചിട്ട് മുസ്ഹഫ് മുന്നിൽ നിർത്തി ഖുർആൻ പഠിപ്പിച്ചത് എന്റെ ബാപ്പയാണ്. മദ്രസയിൽ മുസ്താബ് അറിവ് തന്നിട്ടുണ്ടെങ്കിലും ക്ലിയർ ആക്കി പഠിപ്പിച്ചതെന്ന് ബാപ്പയാണ്. ആ ബാപ്പനുള്ള കടപ്പാട് തീരൂല. അല്ലാഹു തആല സ്വർഗം കൊടുക്കട്ടെ. എന്നെ ദർസിലേക്ക് പറഞ്ഞയച്ചത് എന്റെ ബാപ്പയാണ്. എന്റെ കുടുംബം മുസ്ലിയാമാരെ കുടുംബമല്ല, കച്ചവടക്കാരുടെ കുടുംബമാണ്. പക്ഷെ ബാപ്പയ്ക്ക് എന്തോ ഒരു ഭാഗ്യത്തിന് എന്നെ ദർസിൽ പറഞ്ഞേക്കണമെന്ന് തോന്നി. അൽഹംദുലില്ലാഹ്. അതുകൊണ്ടാണല്ലോ നിങ്ങളൊക്കെ പരിചയപ്പെടാനും നിങ്ങളൊക്കെ ദുആ കിട്ടാനൊക്കെ കാരണമായത്. അപ്പൊ ബാപ്പയോടുള്ള കടപ്പാട് പറഞ്ഞാൽ തീരൂല. ബാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തത്തിലല്ലേ അള്ളാഹുവിന്റെ പൊരുത്തം. അള്ളാഹു നമ്മിൽ മരിച്ചുപോയവരൊക്കെ പൊരുത്തം നമുക്ക് നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ പേടുന്നവനി പോകാനൊക്കെ കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്,
നിങ്ങൾ ഓർക്കണം, എല്ലാവരും ബക്കറ്റ് കൊണ്ടുവരുമ്പോൾ നല്ല സംഖ്യ നമ്മുടെ പ്രവർത്തകന്മാരെ സഹായിക്കാൻ, അവർക്ക് പ്രചോദനം നൽകാൻ നല്ല സംഖ്യ കൊടുക്കണം. ബാപ്പ അവരെ നമ്മൾ അനുസ്മരിക്കാറുണ്ട്. എന്നെ പോറ്റി വളർത്തിയ ഉമ്മ അവരെ നമ്മൾ അനുസ്മരിക്കാറുണ്ട്. എന്നാൽ എപ്പോഴും നമുക്ക് ഇങ്ങനെ അനുസ്മരിക്കാൻ കഴിയൂല. അതുകൊണ്ട് കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും അനുസ്മരിക്കുക എന്ന് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ നമുക്കൊരു നല്ല മാതൃക കാണിച്ചു തന്നു. അതിന്റെ പേരാണ് ആണ്ടനുസ്മരണം. എപ്പോഴും ഓർമ്മിക്കാനും, എപ്പോഴും അവരെ പേരിൽ ഭക്ഷണം കൊടുക്കാനും, എപ്പോഴും അവരെ പറ്റി പറയാനും, അവരെ ഫാത്തിഹ ഓതാനും ചിലപ്പോൾ നമ്മളെ പോലത്തെ കഴിയൂല. അതുകൊണ്ട് കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും അവരെ അനുസ്മരിക്കുക എന്ന് തീരുമാനിച്ചു. അതാണ് ആണ്ട് കഴിക്കുക എന്ന് പഴയ കാലത്ത് പറയും, ആണ്ടനുസ്മരണം എന്ന് പറയും. ഏതുപോലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അതിൽ നമുക്ക് മാതൃകയുണ്ട്. കാന യസൂറു ഖുബൂറ ശുഹദാഇ, ശുഹദാക്കളുടെ ഖബർ അലാ റഅസി കുല്ലി ഹൗലിൻ, കൊല്ലത്തിൽ ഒരു പ്രാവശ്യം നബി തങ്ങൾ പ്രത്യേകം സിയാറത്ത് ചെയ്യാറുണ്ട്. അപ്പൊ കൊല്ലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അവരെ അനുസ്മരിക്കുക, അവരെ ഖബറിങ്കിൽ പോവുക, അതേപോലെ അവരെ പേരിൽ ഖുർആൻ ഓതുക, അവരെ പേരിൽ ദിക്ർ ചൊല്ലുക, അവരെ പേരിൽ ഭക്ഷണം കൊടുക്കുക. അത് അവരോടുള്ള സ്നേഹപ്രകടനമാണ്. സ്നേഹിക്കപ്പെടേണ്ടവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കണമല്ലോ, ആ സ്നേഹപ്രകടനമാണ്. അത് വലിയ പുണ്യകർമ്മമാണ്, നല്ല കാര്യമാണ്. നല്ല കാര്യം ഞാൻ പറഞ്ഞില്ലേ, എത്ര സ്ഥലത്താണ് ഖുർആനിൽ ഖൈർ ചെയ്തോ വിജയം കിട്ടുമെന്ന് പറഞ്ഞത്. ആ വിജയമാണ് നേരത്തെ അരിയത്ത് സ്വലാത്തിയല്ലേ സ്ത്രീക്കും കിട്ടുന്നത്. കാര്യം നടക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അള്ളാഹ് പറഞ്ഞല്ലേ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയം കൈവരിക്കും, നിങ്ങൾ നല്ല കാര്യം ചെയ്തോളൂ. നബി തങ്ങൾ അവർ സ്വലാത്തി ചൊല്ലിയാൽ പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞ എന്താ, ഇദൻ ഫഹം വതുഫർ ദംബക. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.